ഹായ് ചങ്ങാതീസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേണുസുതിയുടെ ഒരു യുഗം അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക് ഇങ്ങനെ നീണ്ടു പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള ടോപ്പിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പം ഇതിനോടകം കണ്ടു കാണും. ഒരു 3-4 ദിവസത്തിൽ മേലെ ആയി ഈ ടോപ്പിക് ഇവിടെ ഇങ്ങനെ കറങ്ങി കളിക്കുന്നു. ഒരു ഹോട്ട് സീറ്റ് ഇൻ്റർവ്യൂ ഈ ഒരു ചാനൽ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന ചാനലിലുള്ള ഒരു ഹോട്ട് സീറ്റ് ഇൻ്റർവ്യൂ ആണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി സ്പീക്കിംഗ്, ആ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് അതൊരു ഹോട്ട് സീറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഇൻ്റർവ്യൂ ആണ് എന്ന് അറിഞ്ഞിട്ടാണ്, എൻ്റെ അറിവിൽ അങ്ങനെ അറിഞ്ഞിട്ടായിരിക്കണമല്ലോ നമ്മളൊരു ഇൻ്റർവ്യൂ കൊടുക്കുമ്പം, അല്ലെങ്കിൽ ആ ഒരു പാറ്റേണിൻ്റെ ഒരു സ്വഭാവം, ആ ഒരു ക്യാരക്ടർ എന്താണെന്ന് അറിഞ്ഞിട്ടാണല്ലോ നമ്മളതിൽ തലവെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു രേണുസുതി തികച്ചും അറിഞ്ഞിട്ടായിരിക്കണം ഈ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടാവുക, ഐ തിങ്ക്. ഓക്കെ, എന്നിരുന്നാൽ കൂടിയിട്ടും നമുക്ക് ആ ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇൻ്റർവ്യൂവറെ പിടിച്ചൊരു ഒറ്റ ഇടി അടിക്കാൻ തോന്നും. ഹോണസ്റ്റ്ലി എനിക്ക് തോന്നി. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ ഇല്ലയോ അറിഞ്ഞുകൂടാ. അപ്പോൾ ഒരുപാട് കമൻസ് ഇപ്പോൾ ഇതിനോടകം ഒരുപാട് റീച്ച് അതായി 1 മില്യൺ ഏകദേശം ആവാറായി തോന്നുന്നു. അപ്പോൾ ആ ഇൻ്റർവ്യൂ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. കണ്ടു കഴിഞ്ഞ ഒരു ഇടി അടിക്കാൻ നമുക്ക് തോന്നും, സ്വാഭാവികമാണ്. കാരണം ആ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വരണത് അങ്ങനെയാണ്. ആ ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഹൈലൈറ്റ് ഭാഗങ്ങൾ ഞാൻ ആദ്യം കാണിക്കാം, കണ്ടിട്ട് വരൂ. ഓടി തളച്ചി എന്നൊക്കെ വിളിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ തെറിയല്ല. ഞാൻ ഞെക്കി പിടിക്കുന്നത് പിഴിയുന്നു അവരുടെ മുന്നിലാണ് ഞാൻ ഞെക്കി പിടിച്ച് പിഴിഞ്ഞത്. സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ താങ്കൾ ഇങ്ങനൊരു വേഷങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ രീതിയിലോ അഭിനയിക്കുക അവസരം വന്നാൽ അഭിനയിക്കും. പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പൊ എന്റെ പാഷൻ കൂടാണ്. ഇന്ന് ഈ നിമിഷം വരെ അമ്മ എന്തുകൊണ്ട് ഇങ്ങനെ കേൾപ്പിക്കുന്നു എന്നെ ഇന്ന് വരെ അവൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ നിർത്തുപോയത് ഇല്ല. താങ്കൾ എക്സ്പ്രഷൻ താങ്കൾ എപ്പോഴെങ്കിലും കണ്ണാടി നോക്കാറുണ്ടോ? കുഞ്ഞിലെ നോക്കായിരുന്നു. ഇപ്പം അതിന്റെ ഒരു കുറവുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പ്രേമം അഭിനയിച്ചാൽ കാമമാകും, സങ്കടം അഭിനയിച്ചാൽ അത് കാമമാകും, എന്നാ കാണിച്ചാൽ അത് കാമമാകും എന്നാണ് ഞാൻ കേട്ടുള്ളത്. സുധിച്ചേട്ടന്റെ ഭാര്യ ഒരു ധാർമ്മിക ഉത്തരവാദിത്ത സമൂഹത്തിൽ ധാർമ്മിക ഉത്തരവാദിത്തം എന്താ വീട്ടിലിരിക്കണോ? സുധിച്ചേട്ടന്റെ ഭാര്യ എന്നാലും ഒരു മാന്യമായ രീതിയിൽ താങ്കൾക്ക് എന്ത് എനിക്ക് മാന്യത കുറവൊന്നും തോന്നിയിട്ടില്ല. കുറച്ച് പ്രശസ്തയായ ഇച്ചിരി തലക്കനം കൂടിയിട്ടില്ല? ഒരിക്കലും എനിക്ക് ഒരു തലക്കനമില്ല. പഴയ രേണുസുതി പോലെ കരഞ്ഞോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. പണ്ട് രേണുസുതി കരയുമായിരുന്നു. സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് കരയുമായിരുന്നല്ലോ. ഇപ്പോൾ ഇങ്ങനെ ഒരു റീൽസ് വഴി വൈറലാകുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് വൈറലായി കുറെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു. ഇനി ഒന്നും കിട്ടുന്നില്ല, ഒരു അഭിനയം കിട്ടുന്നില്ല. സിനിമ ഇല്ല, ഒന്നുമില്ല. എന്ത് ചെയ്യുന്ന വല്ല ജോലി നോക്കും. വല്ല ജോലി എന്ന് പറഞ്ഞാൽ അഭിനയം അല്ലാത്ത വേറെ വല്ല ജോലി. വേറെ ജോലിക്ക് പോകാൻ അറിയാം. രേണുസുതിക്ക് ആരും സ്ഥലവും തന്നിട്ടില്ല, വീടും വെച്ചിട്ടില്ല. സുധിക്ക് കൊടുത്തിട്ടില്ല. സുധിച്ചേട്ടൻ മരിച്ചു പോയ സുധിച്ചേട്ടൻ എങ്ങനെ സ്ഥലം കൊടുക്കുന്നത്? സുധിച്ചേട്ടൻ ഓക്കെ, അപ്പോൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഷാരിക എന്നാണ് ഈ ഇൻ്റർവ്യൂവറിൻ്റെ പേര്. രേണുസുതി എന്ന് പറയുന്ന ആള് ചുമ്മാ വീട്ടിൽ കുത്തിയിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് ജീവിക്കാനുള്ള വരുമാനം ഷാരിക കൊടുക്കുമെന്നായിരിക്കുമോ ഷാരിക ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? അല്ലെങ്കിൽ മാന്യമായ തൊഴിൽ, അഭിനയം മാന്യമല്ലാത്ത തൊഴിൽ എന്നാണോ ഷാരിക ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? അറിഞ്ഞുകൂടാ. എനിവേസ്, ഇപ്പം അതായത് രേണുസുതി എന്ന് പറയുന്ന വ്യക്തി ബോൾഡായിട്ടുണ്ട്. അത് ഈ പറയുന്ന പോലെ ഒരുപാട് നെഗറ്റീവ്സ് നമ്മളെല്ലാവരും കൂടി തന്നെ സ്പ്രെഡ് ചെയ്ത് വിടുന്ന നെഗറ്റീവ്സും കാര്യങ്ങളൊന്നും കൂടായിട്ട് നല്ല ബോൾഡായിട്ടുണ്ട്. 2 മക്കളെ വളർത്തണം. മൂത്തവന് 20 വയസ്സായി, രണ്ടാമത്തെ കൊച്ചിന് ഒരു 4-5 വയസ്സൊക്കെ ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ആ 2 പിള്ളേരെയും വളർത്തണം. ആൾക്ക് വേറെ ഇഷ്ടപ്പെട്ട പാഷൻ കൂടെയാണ് ഇപ്പോൾ ചെയ്യുന്ന ഈ കാര്യം എന്നാണ് ആൾ പറയുന്നത്. ആളുടെ വഴിക്ക് ജീവിക്കാനായിട്ട് വിടൂ. ഈ പറയുന്ന പോലെ എക്സ്ട്രീം ലെവൽ ആവുമെന്ന് ചോദിച്ചാൽ ആളിപ്പോൾ അറിഞ്ഞുകൂടാ എന്നാണ് പറയുന്നത്. അത് ആളുടെ ഇഷ്ടം. നിങ്ങൾ ഇങ്ങനെ ജീവിക്കണം എന്ന് നിങ്ങളോട് ഒരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പറ്റുമോ? നിങ്ങൾ ഇഷ്ടപ്പെട്ട വഴിക്കല്ലേ ജീവിക്കുന്നത്. അപ്പോൾ അത് ദയവ് ചെയ്തിട്ട് ആൾക്കാരെ അതിലേക്ക് ആ വക കാര്യങ്ങളിലേക്ക് ഒന്നും ഇടപെടാതിരിക്കുക. അവരവരുടെ ഇഷ്ടത്തിൽ ജീവിച്ചോട്ടെ. ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഇൻ്റർവ്യൂവർ ഷാരിക നെഗറ്റീവ് ആവുമെന്ന് വിചാരിച്ചിട്ടാണോ പോസിറ്റീവ് ആവുമെന്ന് വിചാരിച്ചിട്ടാണോ ഈ ഇൻ്റർവ്യൂ ചെയ്തതെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു 1Kൻ്റെ അടുത്ത് അതിനകത്ത് കമൻറ്റുകൾ വരുന്നുണ്ട്. അതിലൊരു 70%ഉം ഷാരികയ്ക്ക് നല്ല ചിമ്മിട്ടൻ ഇടി കൊള്ളുന്നുണ്ട്. നല്ല നെഗറ്റീവായിട്ടുള്ള റിവ്യൂ തന്നെയാണ്. കാരണം ആ വ്യക്തിയുടെ വീഡിയോസ് അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോൾ നമുക്ക് ആർക്കാണെങ്കിലും ഒരു ഇടി കൊടുക്കണമെന്ന് തോന്നും. ആ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ആൾ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. ഒരു ബോഡി ലാംഗ്വേജ് ആയാലും കാര്യങ്ങളായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ ഒരു 100 തവണ അഹങ്കാരിയായോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ കുഴപ്പം? അഹങ്കാരി ആയെങ്കിൽ എന്താണ് കുഴപ്പം? ആർക്കാണ് കുഴപ്പം? ചില ഭാഗങ്ങൾ കാണിച്ചു തരാം. താങ്കൾ അപ്പൊ കുറെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കത് കേട്ടിരിക്കാനല്ലേ പറ്റത്തുള്ളൂ. സത്യമാണോ ഇല്ലെന്നൊന്നും തെളിയിക്കാൻ പറ്റും. അതെനിക്ക് തെളിയിക്കേണ്ട കാര്യമില്ല. എനിക്ക് എന്റെ കാര്യം ഞാൻ പറയും. വേണേ വിശ്വസിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയുക. അപ്പൊ ജനങ്ങൾ താങ്കളെ കാണുന്നത് കൊണ്ടല്ലേ താങ്കൾ ഇപ്പൊ വന്നിട്ട് ഈ അഹങ്കാരം പറയുന്നത്? അഹങ്കാരം ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്. ജനങ്ങൾ കാണുവോ കാണാതിരിക്കുക, അതാ പ്രശ്നം. കുറച്ച് പ്രശസ്തയായ ഇച്ചിരി തലക്കനം കൂടിയിട്ടില്ല? ഒരിക്കലും ഇല്ല. എനിക്ക് ഒരു തലക്കനവും ഇല്ല. പെൺപിള്ളേരെ ഇപ്പോൾ കെട്ടിയമാരെ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരഞ്ഞ് വീട്ടിലിരുന്നത് കൊണ്ട് കാര്യം നടക്കുമോ? ഒരു കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ഇറങ്ങി പ്രവർത്തിച്ച് തന്നെയേ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്ത് രേണു പറയുന്നുണ്ട്, പല കട്ടിങ്സ് ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് രേണു പറയുന്നുണ്ട് ഒരു ഗവൺമെൻറ് ജോലി എന്ന് പറഞ്ഞ വഴിക്ക് വേഗം അവതാരിക അതുമ്മ കയറി പിടിച്ചു. ഗവൺമെൻറ് ജോലിയോ PSC എഴുതാതെയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് പല ആനുകൂല്യങ്ങൾ കിട്ടും. ഇപ്പം ഇതുപോലെ തന്നെ നമ്മൾ എത്രയോ ഇതിൽ കണ്ടിട്ടുണ്ട്, മരിച്ചവർക്ക് ഗവൺമെൻറ് ജോലി. അതിൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടല്ലാണ്ട് നേരെ പിടിച്ച് ഉയർന്ന പോസ്റ്റിലൊന്നും ആയിരിക്കില്ല കൊണ്ടിരുത്താൻ പോകുന്നത്.
അപ്പോൾ അതിന് അതിൻ്റെതായ ക്വാളിഫിക്കേഷനും എന്താ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഇരുത്തുന്നത്, അല്ലെങ്കിൽ ബാക്കിയുള്ളവരും ഉണ്ടാതിരിക്കുമോ? ഇല്ല. അപ്പോൾ ഇന്റർവ്യൂ ചെയ്യുന്ന ചേച്ചി എൻ്റെ പൊന്നു ശാരിക മാം, വാട്ട് ഈസ് ദിസ്, വൈ ദിസ് കൊല്ലവെറി മാം. നെക്സ്റ്റ് വീഡിയോ. നമ്മൾ അടുത്തൊരു സെഗ്മെന്റിലേക്ക് കടക്കുവാണ്. നമ്മുടെ അയ്യോ, ഇനിയുണ്ടോ? ഇനിയുണ്ട്. കർത്താവേ, പറയാതെ വയ്യ. അതാണ് സ്വന്തം മക്കളെ കുറിച്ച് ഓർത്തെങ്കിലും അല്പം ഒതുങ്ങണം എന്നൊരു കൂട്ടരുടെ വിമർശനങ്ങളുടെ പ്രതികരണം എന്താണ്? എന്നെ ഒതുങ്ങാനാ? എനിക്കറിയത്തില്ല. സ്വന്തം മക്കളെ ഞാൻ ഓർക്കുന്നുണ്ടല്ലോ അവർക്ക് വേണ്ടി ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴേ എനിക്ക് വേറെ കല്യാണം കഴിച്ച് പോകാമല്ലോ. ഞാനെന്തിനാ, എനിക്ക് ഇഷ്ടമല്ലേ, എനിക്ക് കല്യാണം വരത്തില്ല എന്ന് പറഞ്ഞാൽ രണ്ടാമത് കല്യാണം കഴിക്കുന്നത് തെറ്റൊന്നുമല്ല, അല്ലെങ്കിൽ അതൊരു ഒതുങ്ങൽ രീതിയല്ല. മാലപ്പടക്കത്തിന് തിരികൊടുത്ത പോലാണല്ലോ ഇറങ്ങി പുറപ്പെട്ടു. ആണ്, തീർച്ചയായിട്ടും ആണ്. അത് എത്ര പേരെ വേദനിപ്പിക്കുന്നു എന്ന് എനിക്ക് മക്കളെ വേദനിപ്പിക്കും, എന്റെ മക്കളെ വേദനിപ്പിക്കുന്നതെന്ന് എനിക്കറിയാം. പിന്നെ എന്തിനാണ് ഞാൻ ഒതുങ്ങുന്നത്? അവരെ പേടിപ്പിച്ചു നിർത്തിയിരിക്കുകയാണോ? ഒരിക്കലും. ബെസ്റ്റ് മൂത്ത മോൻ 20 വയസ്സുള്ള കുട്ടീനെയാണ് ഞാൻ പേടിപ്പിച്ചു നിർത്തുന്നത്. നടന്നത് ഞാൻ എന്തായാലും ജനങ്ങൾ ഇത്രയും വെറുത്ത സെലിബ്രിറ്റി ആയിട്ടുള്ള ഇത്രയും വിവാദങ്ങൾ ഉണ്ടാക്കിയെടുത്ത സോഷ്യൽ മീഡിയക്കാർക്ക് കണ്ടന്റ് ഉണ്ടാക്കുന്ന രേണു സുധിയെ പരിചയപ്പെട്ടതിലും നമ്മളോടൊപ്പം കുറേയധികം സമയം ചെലവഴിച്ചതിലും ഒരുപാട് നന്ദി. എനിക്കും കണ്ടതിൽ സന്തോഷം. താങ്ക് യു. ഓക്കെ, ഫൈനലി അപ്പോൾ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേണു സുധീരെ കാര്യമാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു ചർച്ചാ വിഷയമായി നമ്മുടെ നാട്ടിലിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവരവരുടെ വഴിക്ക് ജീവിക്കാൻ വിടുക, നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നോക്കുക. പിന്നെ നമ്മളെപ്പോലെയുള്ള അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ചെറിയ ചെറിയ യൂട്യൂബേഴ്സിനും കാര്യങ്ങൾക്കും വാഴ നനയുമ്പോൾ ചീര നനയാന്നുള്ള പോലെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കിട്ടിയാലല്ലേ നമുക്കും ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള വകുപ്പും കൂടിയും രേണു ചേച്ചി, രേണു സുധി നമുക്കൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പോൾ പിടിച്ച് കയറാൻ പറ്റുന്നവരൊക്കെ പിടിച്ച് കയറാം. നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം. ബൈ, സീ യു.